യുവനടന്മാരിൽ ശ്രദ്ധേയനാണ് ഫഹദ് ഫാസിൽ. ആദ്യ ചിത്രമായ കയ്യെത്തും ദൂരത്ത് കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും അതിലെ മനോഹരമായ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് അഭിനയിച്ച 22 ഫീമെയിൽ കോട്ടയം, ഡയമണ്ട് നെക്ലേസ്, അന്നയും റസൂലും, ആമേൻ, ഇമ്മാനുവൽ, നോർത്ത് 24 കാതം, ഒരു ഇന്ത്യൻ പ്രണയകഥ തുടങ്ങിയ ചിത്രങ്ങളിൽ മിന്നുന്ന പ്രകടനമാണ് ഫഹദ് കാഴ്ചവെച്ചത്. എന്നാൽ ഇപ്പോൾ തന്റെ രോഗവിവരമാണ് ഫഹദ് പുറത്തുവിട്ടിരിക്കുന്നത്. സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം. തനിക്കും ആ രോഗാവസ്ഥയുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം. 41-ാം വയസ്സിലാണ് രോഗം കണ്ടെത്തിയതെന്നും അദ്ദേഹം പറയുന്നു. കോതമംഗലത്തെ പീസ് വാലിയിൽ ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഫഹദ്. ADHD എന്ന് പറഞ്ഞ അസുഖം മാറ്റാൻ എളുപ്പമാണോ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, അത് ചെറുപ്പത്തിൽ ഡയഗ്നൈസ് ചെയ്താൽ ഈസി ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. 41-ാം വയസ്സിലാണ് ഡയഗ്നൈസ് ചെയ്തത്, ഇനി മാറുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ക്ലിനിക്കലി ADHD ഡയഗ്നൈസ്ഡ് ആണ്. ഇത്രത്തോളം ഇല്ലെങ്കിലും ചില രീതിയിലുള്ള ഡിസോർഡേഴ്സ് എനിക്കുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ കണ്ട കുറേ മുഖങ്ങളുണ്ട്, ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ മുഖങ്ങൾ. ആ മുഖങ്ങളോട് എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ADHD കണ്ടെത്തിയാൽ ചികിത്സിച്ച് മാറ്റാമെന്നും, എന്നാൽ തനിക്ക് 41-ാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ലെന്നും ഫഹദ് പറയുന്നു. ഇതിന്റെ ലക്ഷണങ്ങളാണ് മറവി, ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ വിധത്തിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുക, അലഞ്ഞു നടക്കുന്ന മനസ്സ് തുടങ്ങിയവയെല്ലാം. ഇത്തരക്കാരെ കൃത്യമായി ചികിത്സിക്കാത്ത പക്ഷം കുട്ടികൾ ഇന്റർനെറ്റിനും മൊബൈൽ ഫോണിനും അടിമപ്പെടുന്നു. കൂടാതെ ലഹരിക്ക് അടിമപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് കുട്ടിക്കാലത്ത് ADHD കണ്ടെത്തി ചികിത്സിച്ചാൽ ഭാവിയിൽ ഇവർ ലഹരിക്കും സ്വഭാവ സംബന്ധമായ അടിമത്തങ്ങൾക്കും വിധേയരാകുന്നത് തടയാൻ സാധിക്കും. ADHD വരാനുള്ള കാരണങ്ങൾ തലച്ചോറിന് വരുന്ന പരിക്കുകൾ, മാസം തികയാതെയുള്ള ജനനം, ജനന സമയത്തെ കുറഞ്ഞ ഭാരം എന്നിവയാണ്. ADHD കണ്ടെത്തുന്നതിനായി ഒന്നിലധികം പരിശോധനകൾ നടത്തണം. ബിഹേവിയർ തെറാപ്പിയും മരുന്നുകൾ ഉൾപ്പെടുന്നതുമാണ് ചികിത്സ.